الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكلام كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ചേർത്ത് വച്ചുകൊണ്ട് അള്ളാഹുവിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് തഖ്വാബോധമുള്ളവരായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആഗ്രഹങ്ങളുമായാണ് മനുഷ്യരായ നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭൗതിക ജീവിതത്തിൻ്റെ സുഖാഡംബരങ്ങളിൽ മതിമറന്ന് പുളകം കൊണ്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ സഹജമായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും, നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. മനുഷ്യൻ്റെ ഒരു സഹജബോധമായി, അവൻ്റെ ഒരു ആഗ്രഹമായി ഖുർആൻ ഇത് കാണുന്നുണ്ട്. ഫിറഔനിൻ്റെ കാലത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമനായിരുന്ന കാറൂൻ നടത്തിയ ഒരു റോഡ് ഷോയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതിൽ അള്ളാഹു പറയുന്നു, അവൻ ഫഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി, ജനമധ്യത്തിലേക്ക് ആർഭാടത്തോടെ അവൻ ഇറങ്ങി പുറപ്പെട്ടു. അവൻ്റെ ഈ ആർഭാടങ്ങളും ഈ പുളകവും ഭൗതിക ജീവിതത്തിൽ മതിമറന്നുകൊണ്ടുള്ള അവൻ്റെ നടപ്പുമൊക്കെ കണ്ടപ്പോൾ ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ, ഐഹിക ജീവിതത്തിൻ്റെ സുഖം മാത്രം ലക്ഷ്യമാക്കുന്ന ആളുകൾ പറഞ്ഞുപോയി, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഈ കാറൂനിന് കിട്ടിയതുപോലെ, കാറൂനിന് ലഭിച്ചതുപോലെയുള്ള ഭൗതിക സുഖ സൗകര്യങ്ങൾ ഞങ്ങൾക്കും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോയി, കൊതിച്ചുപോയി എന്നാണ്. ഇന്നഹു ലദു ഹദ്ദിൻ അലീം, തീർച്ചയായും അവൻ വലിയ ഭാഗ്യമുള്ളവനിൽപ്പെട്ടവൻ തന്നെയാണ് എന്നൊക്കെ ജനങ്ങൾ അവനെക്കുറിച്ച് കമൻ്റ് ചെയ്യുകയാണ്. ഈ രംഗം ഖുർആൻ നമുക്കിങ്ങനെ വിശദീകരിച്ചു തരുന്നുണ്ട്. പക്ഷേ അവന് കിട്ടിയ സമ്പത്തും അവൻ്റെ ഭൗതിക സുഖങ്ങളും അവൻ്റെ ആഡംബര ജീവിതവുമൊക്കെ അവൻ സ്വന്തം ആർജിച്ചതാണെന്ന അഹങ്കാരവും ധിക്കാരവും കാരണം അവൻ്റെ അന്ത്യനിമിഷം ഒന്ന് വിലപിക്കാൻ പോലും, ഒന്ന് പിടയാൻ പോലും, അള്ളാഹുവിനെക്കുറിച്ച് ഒന്ന് ഓർക്കാൻ പോലുമുള്ള അവസരം കൊടുക്കാതെ അവൻ്റെ ദാരുണമായ നാശത്തെക്കുറിച്ചാണ് പിന്നെ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. ഫഖസഫ്നാ ബിഹി
വബിദാരിഹിൽ അർദ്, അവനെയും അവൻ്റെ ഭവനത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതേപോലെ തന്നെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സ്വേച്ഛാധിപതിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഫിർഔനാണ്. ഫിർഔൻ അവൻ്റെ സ്വേച്ഛാധിപത്യം മൂത്തിട്ട് അവന് തോന്നി, ഞാൻ കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, ഞാനൊരു ദൈവമാണെന്ന്. എന്നിട്ട് അവൻ പ്രഖ്യാപിച്ചു, അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ പരമോന്നതനായ രക്ഷിതാവ്. റുബൂബിയത്ത് തനിക്കാണ് എന്നവൻ അവകാശപ്പെട്ടു. അതിൽ മാത്രം അവൻ നിർത്തിയില്ല. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ദൈവത്തിനെ നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാണ് ഫിർഔൻ ആ ജനതയോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ധിക്കാരിയായ ഫിർഔനിൻ്റെ അന്ത്യവും എങ്ങനെയായിരുന്നു എന്ന് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അവന് കുറച്ച് സാവകാശമൊക്കെ പഠിച്ചവൻ കൊടുത്തിട്ടുണ്ട്. ഫിർഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുചരന്മാരെയും പിടികൂടാൻ വേണ്ടി തൻ്റെ സർവ്വസന്നാഹങ്ങളും സൈന്യങ്ങളുമൊക്കെ ഒരുക്കിക്കൊണ്ടവർക്ക് പിന്നാലെ പോയപ്പോൾ അള്ളാഹു വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് അവൻ ഒരുക്കി കൊടുത്തത്. ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖ്, അവസാനം അവൻ കടലിൽ മുങ്ങി മരിക്കുകയാണ്. ആ കടലിൽ മുങ്ങി മരിക്കാനായ സന്ദർഭത്തിൽ അവൻ പറയുന്നുണ്ട്, ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായേലിയർ വിശ്വസിച്ചിട്ടുള്ള ആ ദൈവത്തിൽ ഞാനും വിശ്വസിച്ചിട്ടുണ്ട്. വഅന മിനൽ മുസ്ലിമീൻ, ഞാനും ആ ദൈവത്തിന് കീഴ്പ്പെട്ടവനാണ് എന്ന് അവൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്. പക്ഷേ അള്ളാഹു ആ സന്ദർഭത്തിൽ തന്നെ അവന് മറുപടി കൊടുക്കുന്നുണ്ട്, ആൽ ആൻ, ഈ നേരത്താണോ ഫിർഔനെ നിന്റെ വിശ്വാസം എന്നാണ്. വഖദ് അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ, അതിനു മുമ്പ് നിന്റെ ജീവിതകാലത്ത് നീ ധിക്കാരിയായി കഴിയുകയും നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ നേരത്താണോ, മരണം തൊണ്ടക്കുഴിയിലെത്തിയ ഈ സന്ദർഭത്തിലാണോ നിന്റെ അനുതാപവും പശ്ചാത്താപവും മടക്കവും? അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മാത്രവുമല്ല, അവനെക്കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, ആ സ്വേച്ഛാധിപതിയായ ധിക്കാരിയായ ഭരണാധികാരിയുടെ ഭൗതിക ജഡം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൃഷ്ടാന്തമായി അള്ളാഹു ചീഞ്ഞളിഞ്ഞു പോകാതെ ഭൗതിക ജഡത്തെ സംരക്ഷിച്ചു എന്നാണ് ഖുർആനിൽ കാണാം. ഫൽയൗമ നുനജ്ജീക ബിബദനിക്, ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയാണെന്നോ, ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് ശേഷം വരുന്ന ലോകാന്ത്യം വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ദൃഷ്ടാന്തമാകാൻ ഫിർഔൻ എന്ന സ്വച്ഛാധിപതിയുടെ ജഡം നശിച്ചു പോകാതെ നാം അതിനെ നിലനിർത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, ജനങ്ങളിൽ നിന്ന് അധികം ആളുകളും നമ്മുടെ ഇത്തരം ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അശ്രദ്ധരായിക്കൊണ്ടാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, ഖുർആൻ വിശദീകരിക്കുന്ന ഈ കാര്യങ്ങളിലെല്ലാം ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ഇനി ഈ ഭൂമിയിൽ ജീവിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ധാരാളം പാഠങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവന് അവൻ്റെതായ ആഗ്രഹങ്ങളുണ്ടാകും, അഭിലാഷങ്ങളുണ്ടാകും. മരിച്ചു പോവുകയാണ്, ഇനി ഒരു പ്രതീക്ഷയുമില്ല ദുനിയാവിനെ കുറിച്ച്, കൈവിട്ടു പോയി എന്ന തോന്നൽ മനുഷ്യനുണ്ടാകുമ്പോൾ അവസാന നിമിഷത്തിൽ അവനുണ്ടാകുന്ന വിലാപവും അവൻ്റെ ആഗ്രഹവും വിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നോ,
നമ്മൾ അങ്ങനെ അവസാനത്തേക്ക് എല്ലാം നീട്ടിവെക്കുന്ന ആളുകളാകാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ. അങ്ങനെ ഒരു മനുഷ്യന് അവനും മരണമാസന്നമായി തീർന്നാൽ അവൻ പറഞ്ഞു പോകും, റബ്ബി ഇർജിഊൻ, എൻ്റെ റബ്ബേ എന്നെ നീ ഒന്ന് മടക്കിത്തരണം. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഒഴിവാക്കി പോയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതിനെനിക്കൊരവസരം നൽകണം റബ്ബേ എന്ന് മനുഷ്യൻ അവസാനം അള്ളാഹുവിനോട് താണ് കേണപേക്ഷിക്കുമെന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ അങ്ങനെ വിലപിക്കുന്നവരുടെ അപേക്ഷിക്കുന്നവരുടെ വാക്കിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അങ്ങനെയൊന്നുമല്ല കാര്യം, അത് വെറും ഒരു പറച്ചിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരവസരം അവർക്ക് കിട്ടിയാലും ഒരിക്കലും അവർ നന്നാവുകയില്ല, ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുകയില്ല, അവരുടെ നിലപാട് നന്നാക്കുകയില്ല. ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ആ മരണത്തിന് ശേഷം അവർക്ക് ബർസഖിയായ ഒരു ജീവിതമുണ്ട്, അത് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയുള്ള ജീവിതമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസരത്തെ കുറിച്ച് പറയുന്നത്. സൂറ ഇബ്രാഹിമിലെ 44-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫയഖൂലുൽ ലദീന ളലമു, അക്രമകാരികളായ ആളുകൾ പറയും, അവരുടെ അഭിലാഷമായിക്കൊണ്ട്, അവരുടെ ആഗ്രഹമായിക്കൊണ്ട്, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, ഞങ്ങളുടെ റബ്ബേ അടുത്ത ഒരു അവധി വരെ ഞങ്ങൾക്ക് നീ സമയം നീട്ടിത്തരണമേ. എന്തിനു വേണ്ടിയാണെന്നോ, നുജിബ് ദഅവതക, നിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് റബ്ബേ. അവന്റെ ജീവിത സമയത്ത് ഒരുപാട് ആയുസ് അല്ലാഹു നൽകിയിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ അവന് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിളികൾ അവന്റെ ശ്രവണപുടങ്ങളിൽ വന്ന് അലയടിച്ച് ഒരുപാട് തഴമ്പുകൾ അവന്റെ കാതുകളിൽ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അവന് നേരമില്ലായിരുന്നു, അശ്രദ്ധനായിരുന്നു. അവസാന നേരം പറയാണ്, നുജിബ് ദഅവതക്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം റബ്ബേ. വനത്തബിഉർ റുസുൽ, നിന്റെ പ്രവാചകന്മാർ ഈ ലോകത്തിന് പഠിപ്പിച്ച മുഴുവൻ സന്ദേശങ്ങളും ഞങ്ങൾ പിന്തുടരാം, അതിനെയൊക്കെ ഇത്തിബാ ചെയ്യാം, ഞങ്ങൾ നല്ലവരാകാം, ഒരവസരം തരണം റബ്ബേ എന്ന് മനുഷ്യൻ വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ അന്ത്യനേരത്തെ അവന്റെ ആഗ്രഹങ്ങളായിക്കൊണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അന്തഖൂല നഫ്സു യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, എൻ്റെ കഷ്ടമേ, അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ടതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്, തീർച്ചയായും അതൊക്കെ പരിഹരിക്കാൻ റബ്ബേ എനിക്ക് കുറച്ചും കൂടി നേരം തരണം, എൻ്റെ റൂഹിനെ ഒന്നുകൂടി എൻ്റെ ശരീരത്തിൽ നീ പിന്തിപ്പിച്ചു തരണം എന്ന് മനുഷ്യൻ പറയുന്നു എന്നാണ്. വഇൻ കുന്തു ലമിനസ് സാഖിരീൻ, പരലോകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ദീനിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോഴൊക്കെ വകുന്തു മിനസ് സാഖിരീൻ, ഞാൻ ആ കാര്യങ്ങളെയൊക്കെ തന്നെ കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയിരുന്നല്ലോ റബ്ബേ. ഇത് മനുഷ്യൻ അവസാനം വിലപിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും ജീവിതം നൽകിയത് അവൻ അതിൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഓരോ നിമിഷവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണെന്ന കാര്യം മനുഷ്യന്മാർ ഭൗതിക ജീവിതത്തിൻ്റെ ഈ പളപളപ്പിൽ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെയോ നല്ല കാര്യങ്ങളിലേക്ക് ആരെങ്കിലും ഒക്കെ ക്ഷണിക്കുവാൻ വേണ്ടി വരികയാണെങ്കിൽ അവരെ പരിഹസിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയിരുന്നു റബ്ബേ. പള്ളിയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ആ വിളിക്കുന്ന ആളുകളെ പരിഹസിച്ചിട്ടുണ്ട്. ഖുർആൻ പഠനത്തിന് ജനങ്ങൾ എന്നെ ക്ഷണിച്ചപ്പോൾ എന്ത് ഖുർആൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പണിയെടുത്തുകൊള്ളുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന അജ്റമൂ
കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. പാപികളായ ആളുകൾ, തെറ്റുകളിൽ മുഴുകി ജീവിച്ച മനുഷ്യന്മാർ, വിശ്വാസികളായ ആളുകൾ സുഹൃതവും പുണ്യവും ചെയ്യുമ്പോൾ അവരെ കാണുമ്പോൾ പരിഹസിച്ച് ചിരിക്കുന്നവരായിരുന്നു എന്നാണ്. ഇങ്ങനെയുള്ള പരിഹാസങ്ങളും ചിരികളുമൊക്കെ സന്തോഷപൂർവം ഏറ്റുവാങ്ങി ജീവിച്ച വിശ്വാസികൾ ഇവിടെയുണ്ട്. ആ വിശ്വാസികൾ അവരുടെ അരികിലൂടെ എങ്ങാനും നടന്നു പോകുകയാണെങ്കിൽ അവരെ നിസ്സാരരായി നിന്ദ്യരായി കണ്ടുകൊണ്ട് ഗോഷ്ഠി കാണിച്ച് അവരെ അപഹസിക്കുന്നവരായിരുന്നു. റബ്ബേ, ഞങ്ങൾ ഈ നേരത്ത് കുറച്ചു നേരം ഒന്ന് പിന്തിപ്പിച്ചു തരണമെന്ന് ഈ മനുഷ്യന്മാർ വിലപിക്കും, പറയും, സങ്കടപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, റബ്ബിർജിഊൻ, റബ്ബേ എന്നെ നീ മടക്കണമേ. റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, ഞങ്ങളുടെ രക്ഷിതാവേ ഒരു അടുത്ത അവധിയിലേക്ക് ഞങ്ങൾക്കൊന്ന് നീ പിന്തിപ്പിച്ചു തരണമേ എന്നൊക്കെയുള്ള ഈ വിലാപങ്ങൾക്ക് ആ നേരത്ത് അല്ലാഹു നൽകുന്ന മറുപടിയും ഖുർആൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അല്ലയോ വിലപിക്കുന്ന മനുഷ്യ, അല്ലയോ സങ്കടപ്പെടുന്ന മനുഷ്യ, നേരം തികഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേവലാതിപ്പെടുന്ന മനുഷ്യ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിച്ചു മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് ആലോചിക്കുവാനും ചിന്തിക്കുവാനും വേണ്ട അവസരങ്ങളും ആയുസ്സും ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിൽ അവരോട് ചോദിക്കും. വജാഅകുമുൻ നദീർ, ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന താക്കീതുകാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണനേരത്ത് അവന്റെ മനോഗതങ്ങളിൽ ഉണ്ടാകുന്ന അവന്റെ ആഗ്രഹങ്ങളും തേട്ടങ്ങളും അവന്റെ വിലാപങ്ങളുമാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിലൂടെ നമ്മൾ കേട്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. വഅനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ അനുദപിച്ച് മടങ്ങണം, ഖേദിച്ച് മടങ്ങണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പായിരിക്കണം നിങ്ങളുടെ തൗബയും അനുതാപവും പശ്ചാത്താപവും പാപമോചന പ്രാർത്ഥനയും. അല്ലാഹുവിന് നിങ്ങൾ ജീവിതം സമർപ്പിക്കാനുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുമെല്ലാം അത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചത് എന്താണെന്നോ? ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ്, ഒരടിമയുടെ പശ്ചാത്താപം, അവന്റെ ഖേദിച്ചുള്ള മടക്കം അല്ലാഹ് ഖബൂൽ ചെയ്യും, അവൻ സ്വീകരിക്കും. ഏത് നേരം വരെയെന്നോ? മാലം യുഗർഗിർ, മരണം അവന്റെ തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് നേരം വരെ, അതിൻ്റെ മുമ്പുള്ള സമയം വരെ ബോധത്തോടുകൂടി അവൻ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ പശ്ചാത്താപം സ്വീകരിക്കും. അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കരുണാമയനാണ്, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ജീവിതത്തിൽ വിജയം വരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ അതിന് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم
إنك حميد مجيد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവൃത്തികളായി അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും പരമാവധി കഴിച്ചുകൂട്ടാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രമുഖ സഹാബി വര്യനായിരുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരോട് പല ഉപദേശങ്ങളും നൽകാറുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം നൽകിയ ഒരു ഉപദേശമാണ് തലിദൂന ലിൽ മൗത്ത്, മരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ജനിക്കുന്നത്. വതഅമറൂന ലിൽ ഖറാബ്, തകർന്നടിയാൻ വേണ്ടിയാണ് ഈ ലോകത്ത് നിങ്ങളെല്ലാം കെട്ടിപ്പൊക്കുന്നത്. വതഹറുസൂന അലാ മാ യഫ്ന, നശിച്ചു പോകുന്നതിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊതിച്ചു കൊണ്ടിരിക്കുന്നത്. വതദറൂന മാ യബ്ഖ, എന്നെന്നും അവശേഷിക്കുന്നതിനെയാണ് നിങ്ങൾ പാടെ അവഗണിച്ചു കളയുന്നത് എന്നാണ്. ഇതിൽ ഒരു വലിയ സന്ദേശമാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു വിശ്വാസികളായ നമുക്കെല്ലാവർക്കും നൽകുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പാരായണം ചെയ്യാറുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്താണ് വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. വിശ്വാസികളെ, നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. അവസാന നേരം മനുഷ്യൻ പറയും, വിലപിക്കും, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ അല്പനേരം കൂടി എൻ്റെ ആയുസ് എനിക്ക് നീ പിന്തിപ്പിച്ചു തരികയാണെങ്കിൽ ഫഅസ്വദ്ദഖ, ഞാൻ ദാനം നൽകാം, വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകാം റബ്ബേ എന്ന് മനുഷ്യൻ പറയുമെന്ന മനുഷ്യൻ്റെ ഈ വിലാപം നോക്കൂ നിങ്ങൾ. മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന സമ്പത്ത്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അത് ചെലവഴിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അതിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഒന്നാമത് നമ്മുടെ സമ്പത്തിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് നിർബന്ധമായും നാം നൽകേണ്ട സക്കാത്താണ്. സക്കാത്ത് വളരെ കുറച്ചുള്ളൂ, 2.5%. ബാക്കി 97% നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതിൽ നിന്നെല്ലാം നമുക്ക് ചെലവഴിച്ചു കൊണ്ടിരിക്കാം. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. പക്ഷേ മനുഷ്യരായ ആളുകൾ എന്ത് ചെയ്യുന്നു? അത് പിശുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അരികിൽ വന്ന ഒരാളോട് ചോദിച്ചു. അദ്ദേഹം നബിയോട് ചോദിച്ചത് എന്താണെന്നോ? യാ റസൂലല്ലാഹ് അയ്യു സ്വദഖ അഅലമു അജ്റ, അള്ളാഹിന്റെ റസൂലേ, ധർമ്മങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്തായ പ്രതിഫലം കിട്ടുന്ന ധർമ്മം ഏതാണെന്നാണ്. റസൂലുള്ളാഹി അതിന് മറുപടി പറഞ്ഞത് തസദ്ദഖ് വഅൻത സഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖർ, നീ ദരിദ്രനായി തീരുമെന്ന പേടിയോടുകൂടി നീ കഴിഞ്ഞുകൊള്ളുന്ന സന്ദർഭം. അതേപോലെ തന്നെ സമ്പത്തിനെ നീ കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നീ ആരോഗ്യവാനായിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന ധർമ്മമാണ് ഏറ്റവും നല്ല ധർമ്മമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വതഅമലുൽ ഗിന, നിനക്ക് ഇനിയും ജീവിതത്തിൽ ധന്യതയും ഐശ്വര്യവും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ നീ കൊടുക്കണം മറ്റുള്ളവർക്ക്, ധർമ്മം ചെയ്യണം. ഈ സമൂഹത്തിലെ പാവങ്ങളായ, അവശരായ, ദുർബലരായ ജനങ്ങളെ നിന്റെ സമ്പത്ത് കൊണ്ട്, നിന്റെ സ്വതക്ക കൊണ്ട്, നിന്റെ പിന്തുണ കണ്ട് അവരെ നീ സഹായിക്കുകയും അവരെ താങ്ങി നിർത്തുകയും ചെയ്യണമെന്നാണ് റസൂൽ. എന്നിട്ട് പറഞ്ഞു, വലാ തുംഹിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നീ ഒരിക്കലും കൊടുക്കുന്ന കാര്യം പിന്നേക്ക് വെക്കരുത്. എപ്പോഴാണ് നിനക്ക് അവസരം വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നീ കൊടുക്കണം. അങ്ങനെ മരണത്തൊണ്ടക്കഴിയിലെത്തുന്ന നേരത്തേക്ക് നീ അതിനെ പിന്തിച്ചാൽ ഖുൽത, പിന്നെ നീ ഇങ്ങനെ പറയും, ലി ഫുലാനിൻ കഥ, ഇന്ന വ്യക്തിക്ക് ഇത്ര കൊടുക്കണം മക്കളെ, വലി ഫുലാനിൻ കഥ,
ഇന്ന ആൾക്ക് ഇത്ര കൊടുക്കി മക്കളെ, വഖദ് കാന ലിഫുലാൻ, ഇന്ന ആൾക്ക് ഇത്ര കൊടുത്താൽ നന്നായിരുന്നല്ലോ എന്ന് നിങ്ങൾ മരണമാസന്നമായി അവസാന നേരത്ത് സദഖയെക്കുറിച്ചോ ധർമ്മത്തെക്കുറിച്ചോ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളത് കേൾക്കില്ല. ബാപ്പെന്താ ഈ നേരത്ത് പിച്ചും പേയും പറയണത് എന്നായിരിക്കും അവർക്ക് തോന്നുക. നല്ല ബുദ്ധി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, നല്ല ആരോഗ്യമുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇനിയും സമ്പത്ത് കിട്ടണം, നിങ്ങൾക്ക് മുഴുവൻ തികഞ്ഞിട്ടൊന്നുമില്ല, ആ നേരത്ത് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന സഹായമാണ്, ധർമ്മമാണ് ഏറ്റവും പ്രതിഫലാർഹമായ ധർമ്മം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്. സഹോദരങ്ങളെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഖൂലുൽ ഇൻസാൻ, മനുഷ്യൻ എപ്പോഴും അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കും. എന്താ മനുഷ്യന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക? മാലി 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 മാലി, എൻ്റെ സ്വത്ത്, എൻ്റെ സ്വത്ത്, എൻ്റെ പണം, എൻ്റെ കെട്ടിടം, എൻ്റെ കൃഷി, എൻ്റെ വ്യവസായം, എൻ്റെ ബാങ്ക് ബാലൻസ്. ഇതാണ് മനുഷ്യന്റെ വിലാപം. ഈ ആഗ്രഹം ഒരിക്കലും, ഈ പൂതി തീരുകയില്ല. ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബ് ലബ്തഗാ അൻ യകൂന വാദിയൻ സാലിസ. രണ്ട് താഴ്വരകൾ നിറയെ സ്വർണം ഒരു മനുഷ്യന് ലഭിച്ചാലും രണ്ടാമത്തെ താഴ്വരയിൽ നിന്ന് അവൻ പാളി നോക്കും, മൂന്നാമതൊരു താഴ്വര കൂടി ലഭിച്ചിരുന്നെങ്കിൽ എന്ന്. എനിക്കെന്തിനാ രണ്ടെണ്ണം? മരിച്ചു പോകാനുള്ള തടിയല്ലേ, ഒന്ന് ധർമ്മം ചെയ്യാം, ഒന്ന് എനിക്കെടുക്കാമെന്ന് ഏതെങ്കിലും മനുഷ്യൻ കരുതുവോ? ഇല്ല. മനുഷ്യൻ മരിച്ച് അവന്റെ മയ്യത്ത് ഖബറിൽ വെച്ച് അവന്റെ വായിൽ മണ്ണ് നിറയുന്നത് വരെ, അത് കുറച്ച് അതിശയോക്തി കലർന്ന പ്രയോഗമാണെങ്കിലും അതുവരെ മനുഷ്യന്റെ ദുനിയാവിനോടുള്ള, സമ്പത്തിനോടുള്ള ഈ കൊതിയും ആർത്തിയും പൂതിയും ഒരിക്കലും തീരുകയില്ലെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹൽ ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത. മനുഷ്യ, നിന്റെ സ്വത്തിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടും? നിന്റെ ശ്വാസമടഞ്ഞാൽ, നിന്റെ റൂഹ് പിടിക്കപ്പെട്ടാൽ നിന്റെ പേര് പോയി. ഇപ്പൊ നീയൊക്കെ വിളിക്കുന്നത് മുൻപിലും പിൻപിലുമൊക്കെ ആദരസൂചകമായ നാമങ്ങൾ ചേർത്തിക്കൊണ്ടാണ് നിന്റെ പേര് നാട്ടുകാർ വിളിക്കുന്നത്. പക്ഷേ ഇവിടെ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും മരിച്ചന് കഴിഞ്ഞാൽ, ശ്വാസമടങ്ങിയാൽ പേര് മാറി. എപ്പോഴാ മയ്യത്ത് എടുക്കുക എന്നാണ്. മയ്യത്തിനെ കുളിപ്പിച്ചോന്നാ, മയ്യത്തിനെ കഫൻ ചെയ്യോന്നാണ്. നമ്മൾ ഇവിടുത്തെ ധരിച്ച ഡ്രസ്സുകളും നമ്മുടെ താക്കോൽ കൂട്ടങ്ങളും നമ്മുടെ സമ്പത്തും ഭൗതികമായെല്ലാം അതിനോട് യാത്ര പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇവിടുന്ന് പോകും. ഇല്ലാ മാ അകൽത ഫഅഫ്നൈത, നീ തിന്നത് നിനക്കുണ്ട്. ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ഉടുത്ത് ജീർണിച്ചു പോയത് നിനക്കുണ്ട്. പിന്നെയുള്ളതോ ഔ തസദ്ദഖ്ത ഫഅംലൈത, നീ ധർമ്മം ചെയ്തത്, അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നീ കൊടുത്തത് നിനക്കുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് അന്ത്യസമയത്ത് മനുഷ്യൻ പറയും, ഏക്കറക്കണക്കിന് തോട്ടങ്ങളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ അറിയാത്ത വിധത്തിലുള്ള ബാങ്ക് ബാലൻസും ഒക്കെ ഇവിടെ വിട്ടേച്ചു പോകുന്ന മനുഷ്യൻ അവസാനം പടച്ചോനെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇല്ല, നമുക്ക് കഴിയില്ല. അതിൻ്റെ മുമ്പ് തന്നെ അതൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിതത്തിന് വേണ്ടി, അതിൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പുണ്യങ്ങൾ ആവുന്ന സന്ദർഭങ്ങളിൽ ബോധത്തോടുകൂടി ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി പറ്റിപ്പോയ തെറ്റുകൾ ഞങ്ങളോട് പൊറുക്കണമേ റബ്ബേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.